അങ്ങനെ 39 ദിവസത്തെ നമ്മുടെ നാട്ടിലെ കത്തിക്കൽ അവസാനിച്ച് നമ്മളിന്ന് തിരിച്ച് മസ്കറ്റിലേക്ക് കയറുക കേട്ടോ. നമ്മളിപ്പോ ഉള്ളത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. പയ്യന്നൂർ ടു ഗോവ, ഗോവ ടു മസ്കറ്റ്, അതാണ് നമ്മുടെ ട്രിപ്പ്. ഇപ്പോൾ സമയം 11:45. 12:05 നമ്മുടെ ഗോവയ്ക്കുള്ള ട്രെയിൻ മഡ്ഗാവണിക്ക്. പക്ഷെ ട്രെയിൻ അരമണിക്കൂർ ലേറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ മസ്കറ്റ് യാത്രയാവും. കുറച്ച് വലിയ വീഡിയോ ആവും, കാരണം ഒരുപാടുണ്ട് സഞ്ചരിക്കാൻ. അപ്പോൾ ഇൻട്രോ പറഞ്ഞ് നീട്ടണില്ല. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകുമ്പോഴെങ്കിലും പെട്ടിക്ക് കുറച്ച് കുറവുണ്ടാവും നോട്ടാ നമ്മള് വിചാരിച്ചേ. ഇത് കണ്ടില്ലേ, ഈ പെട്ടികള് 6 പെട്ടി ഫുള്ളാണ്. അതും പോരാഞ്ഞിട്ട് ഇതാ ഈ എക്സ്ട്രാ ബാഗ് എടുക്കേണ്ടി വന്നു. പിന്നെ ഈ 2 ബാഗുകളും ഉണ്ട്. അതെ, ഇതിലൊരു 90% അങ്ങോട്ടുള്ള ബേക്കറി ഐറ്റംസ്, പിന്നെന്താ മല്ലിപ്പൊടി, മുളക് പൊടി, പുളി, വെളിച്ചെണ്ണ, ഈ വക സംഭവങ്ങളാണ്. എന്താണെങ്കിലും ഇത് ട്രെയിനിൽ കയറ്റല് ഒരു ചടങ്ങാണ്. For the kind attention of passenger, train number 11098 from Ernakulam to Pune Express will arrive shortly on platform number 1. അങ്ങനെ 35 മിനിറ്റ് ലേറ്റായി നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വന്നോണ്ടിരിക്കട്ടാ. 11098 പൂർണ്ണ എക്സ്പ്രസ്, പൂനെക്ക് പോണ വണ്ടിയാണത്. അതിലാണ് നമ്മൾ പോണത്. എന്താണെങ്കിലും വണ്ടി അടുത്തെത്തണതും വണ്ടിയിലേക്ക് കയറണവും കാണിക്കാൻ പറ്റില്ല, കാരണം ഈ ബാഗേജ് ഒക്കെ എടുത്ത് ഉള്ളിൽ തട്ടണം. എല്ലാവരും റെഡി ചെയ്യുന്നോട്ടാ, പെട്ടെന്ന് കയറിക്കോളെ. ട്രെയിൻ നിർത്തിയ വഴിക്ക് ചാടി കയറിക്കോളാം. ആ കൂടി 1 മിനിറ്റാണല്ലോ. അപ്പതാ നമ്മള് ട്രെയിനിൽ കയറി. എന്താ ഇവര് 4 ആളോട് അടുത്താട്ടോ. എന്റെ സീറ്റ് കുറച്ച് ദൂരത്താ. അച്ചുവൊക്കെ അവിടെ സെറ്റിലായി. ഞോഞ്ഞേസി അവിടെ ഉണ്ട്. ഓഹോ, കെട്ടിപ്പിടിച്ചിട്ട് ചേർന്ന് പറഞ്ഞ ഞോഞ്ഞ് ഉറക്കും. ഓക്കെ, അപ്പൊ എല്ലാരും കിടന്നുറങ്ങിക്കോളന്നാ. നാളെ രാവിലെ എണീക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ ഇൻറ്റപ്പളയ്ക്കും നമ്മള് മഡ്ഗാവ് സ്റ്റേഷനിൽ എത്തിയിട്ടാ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിള്ളേരൊക്കെ ഇവിടെ ഇൻറ്റു ഉണ്ട്, ലേസി ഇവിടെ ഉണ്ട്, ഞോഞ്ഞ ഇവിടെ ഉണ്ട്. അച്ചു ഇപ്പോഴും നല്ല ഉറക്കാ. ഏതാ അച്ചു ചാടി ഇൻറ്റ് വരും. നോക്കിയോ, അച്ചു പെട്ടെന്ന് എനിക്ക് തിരക്കായിരുന്നില്ലേ? അതെ, 9 മണി നമ്മളേക്കും. അല്ല, ഇവിടെ അരമണിക്കൂർ സ്റ്റോപ്പ് ഉണ്ട്. അയ്യോ, എന്താണെങ്കിലും നമ്മൾ മഡ്ഗാവ് സ്റ്റേഷനിൽ നേരത്തെ എത്തിയിട്ടാ. 8:45 എനിക്ക് തോന്നുന്നു 9:30 എത്തേണ്ട സമയം കാണിക്കണ്ടായിരുന്നു. പക്ഷെ 8:45 എത്തിയ സംഭവം. അങ്ങനെ നമ്മുടെ അച്ചുള്ള മിനിറ്റ് വന്നിരിക്കുകയാണ്. അച്ഛേ എത്തി. ഇറങ്ങാം, നമുക്ക് ഇഷ്ടമാതിരി സമയം ഉണ്ട് കേട്ടോ. അത് കാരണം പതുക്കെ ഇറങ്ങിയാൽ മതി. ബാ, ഇറങ്ങാൻ മുന്നോ സ്ഥലേ ബാ. നമ്മള് ട്രെയിനൊക്കെ ഇറങ്ങി പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട് കേട്ടോ. കണ്ട, ഈ ലോഞ്ച് ഈ ഗോവ എയർപോർട്ടിന്റെ, മഡ്ഗാവ് എയർപോർട്ടിന്റെ മുൻഭാഗത്ത് തന്നെയാണ്, പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കുറെ ചെയറുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ലീപ്പിംഗ് ബോട്ട്സ് ഉണ്ട്. അതും പോരാഞ്ഞിട്ട് ഇവിടെ ഒരു VIP റൂം ഉണ്ട്. നമ്മള് എല്ലാവർക്കും കൂടി കയറാൻ വേണ്ടിട്ട് നമ്മൾ ഈ റൂമായിട്ട് എടുത്തിരിക്കണം. കണ്ടില്ലേ, ഇത് ഒറ്റ റൂമാണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട്. ഇതാ നമ്മള് ബാഗും സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ഫ്രഷ് ആയി, അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഈ റൂം അങ്ങോട്ട് നിറഞ്ഞു. എന്താണെങ്കിലും 1 മണിക്കൂർ ഇവിടെ ഇരിക്കാം. ഇതാ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ചായയും കോഫിയൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കുടിച്ചു. പിന്നെ എക്സ്ട്രാ ഭക്ഷണം വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. അത് അപ്പോൺ പേയ്മെന്റ് അവര് നമുക്ക് തരുന്നതായിരിക്കും. എന്താ, കുടിച്ചോളോ? ഷുഗർ ഇട്ടോളോ. നമ്മൾ ഇനിയിപ്പോ എയർപോർട്ടിൽ പോകാൻ ടാക്സി പറഞ്ഞിട്ടുണ്ട്. ടാക്സി ഒരു 10:30 വരും. അതുവരെ ഓപ്പൺ ആക്കാം. അതുവരെ നമുക്ക് കുറച്ചുകൂടെ തിന്നും കുടിച്ചൊക്കെ ഇരിക്കാം. നമ്മളിവിടെ ഇരുന്ന് 2 ഗ്രിൽ സാൻഡ്വിച്ചും ചിക്കൻ സാൻഡ്വിച്ചും വെജ് സാൻഡ്വിച്ചും എല്ലാം അടിച്ചു. അടിപൊളി ഫുഡായിരുന്നു അല്ലേ? നല്ല ഭക്ഷണമായിരുന്നു, നല്ല ലോഞ്ചും കേട്ടോ.
അപ്പൊ അങ്ങനെ അപ്പോൾ ഇനി പതുക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. നമ്മുടെ വണ്ടി പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഇറങ്ങാം. റെഡി ഫോർ എയർപോർട്ട്? അറിയില്ല, നോക്കാൻ പോയിട്ട്. അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും നേരം ഇരിക്കുന്നുണ്ടായിരുന്ന ലോഞ്ച്. എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്നാണ് ഇതിന്റെ പേര്. കണ്ടില്ലേ, അടിപൊളി ഒരു സംഭവമായിരുന്നു. എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെ. നമ്മുടെ ടാക്സി ഇവിടെ എത്തിട്ടോ. നമ്മള് ഈ ടാക്സി വെച്ചിട്ടാണ് പോണത്. ഈ ബാഗേജ് ഒക്കെ എടുത്ത് കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചടങ്ങാണ്. 6-7 പെട്ടിയുണ്ട്, 7 അല്ല 8 പെട്ടിയുണ്ട് മൊത്തം. എന്താണെങ്കിലും അതൊക്കെ വലിച്ചു കയറ്റുണ്ട്. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് നമ്മുടെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് വരെ പോവാൻ 2500 രൂപയായിട്ടാ വരുന്നത്. അത് നമ്മള് പേശി തന്നെ വാങ്ങണം. ഇവിടെ എല്ലാവരും തല ഇറക്കാൻ വേണ്ടി ഇരിക്കണവരാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, കേറിക്കോളോ. നമ്മുടെ പെട്ടി മുകളിൽ വെച്ച് കെട്ടും ചെയ്തു കേട്ടാ. എല്ലാ പെട്ടിയും കൂടി നമുക്ക് ഉള്ളിൽ കൊണ്ടില്ല. എന്തായാലും ഇനി നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിടച്ചു വിട്ടോണ്ടിരിക്കട്ടോ. റോഡൊക്കെ നല്ലതാണ്, തിരക്കൂല്ല. അത് കാരണം നമ്മൾ വിചാരിക്കണ ഒരു 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ എത്തുന്നതാണ്. समुद्र के साथ है? हाँ, वो डायरेक्ट उधर जाके कनेक्ट होता है। अच्छा, ये क्या नाम है इसका? इसको हम लोग पुस्तकालय बोलते हैं। हम लोग इधर लोकल जो है ना वो बोलते हैं। हाँ। और इसका जो जुआरी ब्रिज है, इसका जो नाम है जुहारी ब्रिज। जुआरी। अच्छा, ये नया है ये सब? हाँ, ये नया है। और पहला ओल्ड वाला उधर राइट साइड पे है। अच्छा, नेक्स्ट ईयर इसमें होटल आएगा। किसमें? ये जो सामने जो बीच का सेट है ना, अच्छा, उसका पिलर में होटल आएगा। इसके बीच में होटल भी आएगा? हाँ, टॉप में। वो जो टॉप दिख रहा है ना, काम चालू है ना। होटल है, रेस्टोरेंट है? रेस्टोरेंट मतलब रेस्टोरेंट है ना? खाने जैसा। हाँ, खाने के लिए। व्यू पॉइंट और वो जो चाय वाय पीने के लिए सब आएगा। और वो जो बड़ा होटल है वो नीचे आएगा, आधा पानी में आधा ऊपर। अच्छा, तो अगले साल ये ओपन होएगा? अगले साल ओपन होगा, अभी काम चालू करेगा वो। अच्छा, ये एरिया का नाम क्या है? पुर्तालिम इसको बोलते हैं, पूरा एरिया को। उड़तालिम। अच्छा, जुआरी बीच बोलने, ब्रिज बोलेगा तो। हाँ, सही है। चलो अगले साल देखता हूँ फिर. അങ്ങനെ 1.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് ഗോവയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ 1.25 മണിക്കൂറിൽ ഒരു 15 മിനിറ്റ് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ നിർത്തിയില്ലേ? അപ്പൊ മൊത്തം റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഇതുവരെ ഒരു 1.5 മണിക്കൂർ. അതെന്താ 1.5 മണിക്കൂർ തന്നെ ഉള്ളു? ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം 12:30. ശരിയാണ്, 1.5 മണിക്കൂർ. അപ്പൊ ഇനി എന്താണെങ്കിലും ചെക്കിനും ഇമിഗ്രേഷനിലേക്കൊക്കെ കിടക്കുകയാണ്. ആ ഒരു കടമ്പ കഴിയട്ടെ ആദ്യം. അപ്പോൾ ഇവിടെ ആട്ടോ നമ്മുടെ ഡിപ്പാർച്ചർ വരുന്നത്. ഈ എയർപോർട്ട് ഒരു പുതിയ എയർപോർട്ടാട്ടോ, അധികം കാലമൊന്നും ആയിട്ടില്ല ഇത് ഓപ്പൺ ആയിട്ട്. 2 വർഷമായിട്ടുള്ളത് ഓപ്പൺ ആയിട്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഗോവ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ, അതായത് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉൾഭാഗം. ഇതാ ഇത്രയാണ് ഉള്ളതിന്റെ ഡിപ്പാർച്ചർ ഏരിയ. അവിടെ നിന്നോട്ട് ഇതാ ഈ ഏരിയ വരെ ചെക്കിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിഭാഗത്ത് നടക്കും. ഓരോ ഫ്ലൈറ്റിന്റെ കൗണ്ടറുകളുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഡിപ്പാർച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് അവിടേക്ക് അങ്ങനെ മുകളിലേക്ക് കയറി പോകണം. നമ്മള് നേരത്തെ എത്തിയിരിക്കണ 1:30 ചെക്കിൻ കൗണ്ടർ തുറക്കുള്ളൂ. ഇപ്പോൾ സമയം 12:50 ആയിട്ടാണല്ലോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടി ഇതിൽ കൂടെ ഒന്ന് തെണ്ടി തിരിഞ്ഞ് കിടക്കണം. ആരാ അതുകൊണ്ടല്ലേ മിലിറ്ററിയുടെ നല്ല ശക്തനായൊരു പട്ടീനെ അവിടെ കാണാം. അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ഗേറ്റ് അവിടെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഒമാനേരം ഇവിടെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ആരുമില്ല, നമ്മൾ തന്നെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്താ വാക്കിന്റെ സന്തോഷജനകമായ വാർത്ത എന്താന്ന് പറഞ്ഞാൽ, അതെ, നമ്മൾക്ക് ഒമാനെയർ അപ്ഗ്രേഡ് തന്നു. നമ്മൾ ഇന്ന് പോകുന്നത് എക്കോണമിയിലല്ല, ബിസിനസ് ക്ലാസ്സിലാണ്. ഇതാണ് നമ്മുടെ ബിസിനസ് ക്ലാസ് ബോർഡിംഗ് പാസ് അവർ തന്നു. പിന്നെ ലോഞ്ച് ആക്സസും ഉണ്ട്. അപ്പോൾ ഇനി ഫുൾ തകർക്കാൻ പോകട്ടോ. ഓൾ എക്സൈറ്റഡ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ചെക്കിനും കാര്യങ്ങളും മാത്രമാണ് താഴത്തുള്ളൂ. ബാക്കി സംഭവങ്ങളെല്ലാം മുകളിൽ കയറിപ്പോയിട്ടാണ്. ഈവൻ സെക്യൂരിറ്റിയും
ഇതെല്ലാം ക്ലിയർ ആണ്. മുകളിലാണ്, ലോഞ്ചും മുകളിലാണ്. അങ്ങനെ ഇമിഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്താ പറയാ, ഇന്റെ പെട്ടി മാത്രം എടുത്ത് എല്ലാവരും പരിശോധിച്ചു കേട്ടാ. അല്ലല്ല, ആ വ്ളോഗിങ്ങിന്റെ സ്റ്റിക്കും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. അതെ, മൊബൈൽ ഉണ്ടായിരുന്നു. ഇല്ല, ഒരു കമ്പനി മൊബൈൽ അതിൽ കിടക്കണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇഷ്ടംമാതിരി സമയമുണ്ട് കേട്ടോ. സമയം 2 മണി. ഇഷ്ടംമാതിരി ഇല്ല, 5 മണിക്കാണ് ഫ്ലൈറ്റ്. 2 മണിയായി. 3 മണിക്കൂർ നമുക്ക് ലോഞ്ച് ആക്സസ് തന്നിട്ടുണ്ട് ഒമാൻ എയർ. ഏതവിടുത്തെ ലോഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. അതിനു മുന്നേ ഇതാണ് നമ്മുടെ ഗോവ ഡ്യൂട്ടി ഫ്രീ ട്ടാ. ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല. അതിന്റെ മുന്നിൽ തന്നെ നമുക്ക് ലോഞ്ച് ഉണ്ട് കേട്ടാ. എൻകാം തന്നെ എന്റെ പേര്, എൻകാം ലോഞ്ച്. അപ്പൊ ഇതിലൊന്ന് കേറി നോക്കട്ടെ. നന്നായി വിശക്കണുണ്ട്. രാവിലെ 2 സാൻഡ്വിച്ച് എന്നാണ്, വേറെ ഒന്നും തിന്നിട്ടില്ല. അപ്പോൾ ഉള്ളിലൊന്ന് കേറി നോക്കാം എന്താ അവസ്ഥ. ഇതൊരു ചെറിയൊരു ലോഞ്ചാട്ടാ, തട്ടിക്കൂട്ട് ലോഞ്ച് എന്ന് പറയാം. എന്താ, ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ട്, പിന്നെ ഈ ഒരു ഏരിയ ഉണ്ട്. ഇത്രയുള്ളൂ ഇതിന്റെ ഏരിയ. അതെ, വാഷ്റൂം വരെ അല്ല, വാഷ്റൂമിന് വരെ പുറത്തു പോകണം. പിന്നെ കള്ള് ഇതാണ്ടില്ലേ, ഈ ലോക്കൽ ഐറ്റംസ് മാത്രം നമുക്ക് എടുത്ത് കുടിക്കാം. അത് ഫ്രീ ആണ്. അതല്ലാതെ പ്രീമിയം ആണെങ്കിൽ അത് ചാർജബിൾ ആണോ. പിന്നെ ബുഫേയുടെ അവസ്ഥ എന്താ, കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹമൂസ്, പിന്നെ അതവിടെ കേക്ക്, കട്ട് ഫ്രൂട്ട്സ്, ചിക്കൻ, പിന്നെന്താ ഗോവൻ ഫിഷ് കറി. ഇതെന്തോ മീറ്റ് ബോളാന്ന് തോന്നുന്നു. പിന്നെ മേത്തി മട്ടർ മലായി, കടായി പനീർ, ദാല്, ചോറ്, പിന്നെ ഇതെന്താ റൊട്ടി, സൂപ്പ്, പിന്നെ സാലഡ്. അതെ, പിന്നെ ഒരു കോഫി മെഷീനും ഉണ്ട്. അതെ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ലോഞ്ച്. ഒരു ചെറിയൊരു സെറ്റപ്പ്, അധികം ആർഭാടങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഓരോ മൂലക്കില് പോയി ഓരോന്നെടുത്ത് വീശുന്നുണ്ട് കേട്ടാ. കണ്ടില്ലേ, അതാ എസ് അവിടെ, ഞോഞ്ഞി ഇവിടെ, അച്യുത അവിടെ. എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മള് മാത്രമല്ലോ ലോഞ്ചില്. അച്ഛനടുത്ത ഭക്ഷണം ഇവിടെ പോയിരുന്നു കഴിച്ചത്. അല്ല, ഭക്ഷണം കുറച്ചാളെങ്കിലും ഉള്ളതിന് രുചിയുണ്ടല്ലേ അല്ലേ. അത് ഇഷ്ടായോ? എന്താ അല്ല, പിന്നെ എല്ലാവർക്കും വിശക്കണുണ്ടാവും. ഓക്കെ, അങ്ങനെ ലോഞ്ചിൽ ഇരുന്നിരുന്ന സമയം 4:30 കേട്ടാ. ഇനിയിപ്പോ ഫ്ലൈറ്റ് 5 മണിക്കാണ്. ഇനി എല്ലാരും ബിസിനസ് ക്ലാസ്സിൽ കയറാൻ എക്സൈറ്റഡ്. ഒരു കാര്യണ്ട്, ഈ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയാൽ ഇന്റർനാഷണൽ ഡിപ്പാർച്ചറിന്റെ അവിടെ ഈ KFC മാത്രമല്ലോ കേട്ടാ ഭക്ഷണം കഴിക്കാൻ. അല്ലേ, വേറെ ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടാ. അതെ, ഇവിടെ ഒരു ഫാർമസി ഉണ്ട്, ഇവിടെ KFC ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ടീഷർട്ട്, അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട ഉണ്ട്. പിന്നെ ഇവിടെ ഡ്യൂട്ടി പെയ്ഡും ഉണ്ട്. പിന്നെ ഇത് നമ്മൾ പോയ ലോഞ്ച്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. എന്താണെങ്കിലും ഇനി നമുക്ക് ഗേറ്റിനെ ലക്ഷ്യമാക്കി നടക്കാം. ഗേറ്റ് എത്തിയോ? എന്നാ പെട്ടെന്ന് നടന്നോളോ. പിന്നെ ഇവിടെ ഒരു സ്റ്റാർബക്സും കാണാട്ടോ നമുക്ക്. ഗേറ്റ് അടുക്കുന്തോറും എന്താ ഇവിടെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ, ഹോഗാർഡന്റെ ഒരു ബീർ പാർലറും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗേറ്റ്. അവിടെ നമ്മുടെ ഒമാൻ എയർ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ല, ടൈല് മാത്രമേ കാണാനുള്ളൂ. നല്ലൊരു മഴ പെയ്തു, ഒരു എയർ ഇന്ത്യ അവിടെ പോണു. ഒമാൻ എയർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഒമാൻ എയർ. ബോയിങ് ആണ്, ബോയിങ്ങിന്റെ ഏതാന്നറിയില്ല. നമ്മളൊരു ക്യാപ്റ്റൻ ഹായ് പറയണ്ട്. കുഴപ്പമില്ലാത്തൊരു ഇൻഡിഗോ ആണല്ലോ അല്ലേ, അത്യാവശ്യം വലിപ്പം കണ്ട. പക്ഷേ ഇൻഡിഗോ എവിടേക്കാടാ പോണേ? ഖത്തറിലേക്ക് അല്ലടോ, വേറെ എവിടേക്കാ, നാട്ടിലേക്ക് എവിടേക്കാ? കയറിക്കോളോ, നടന്നോളോ. വലതുകാലം വെച്ച് കേറിയുണ്ട്, ഞോഞ്ഞി കേറി.
കേറ അങ്ങോട്ട്. അച്ഛന് കയറിയില്ല, അച്ഛൻ കയറിയില്ല. കയറുവോ? നടക്കോ. ഫസ്റ്റ് റോ റൈറ്റ് സൈഡില്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബിസിനസ് ക്ലാസ്സിലാണെന്ന് പോണത്. ഫസ്റ്റ് റോ സീറ്റ്, സെക്കൻഡ് റോ സീറ്റ് ഇരിക്കാം, തേർഡ് റോ ഉണ്ട്. ഇരുന്നോളെ വേഗം കയറും, ആൾക്കാർ കയറും. ഇതാ അവിടെ ഇരിക്കുക. ഇരിക്കാം. അത് നമ്മുടെയാ. ലാസ്റ്റിൽ ഒരെണ്ണം. ഇഞ്ഞോഞ്ഞാണി ആ കോർണറിൽ ഇരുന്നോളോ, ആ കോർണറില് ബാക്കില്. അപ്പൊ ഈ 5 സീറ്റാട്ടോ. ഞോഞ്ഞയുടെ ഒറ്റയ്ക്ക്, ഞോഞ്ഞയുടെ കൂടെ ആരെങ്കിലും വരുമെന്ന് അറിയില്ല. ഇവിടെ അച്ചു ഇരിക്കുന്നുണ്ട്, ഇവിടെ ഞാനും എസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വന്ന് ഇവിടെ നിന്ന് ശാന്തമായി ഇരുന്നു. എസി അത് പിന്നോ എടുക്കാം, അത് ടേക്ക് ഓഫ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമോ? ടി വി കണ്ടോളോ. ഞോഞ്ഞോ നമുക്ക് വന്ന വഴിക്ക് തന്നെ ഒരു ലെമൺ മിന്റും എസിക്ക് എന്താ ഓറഞ്ചും ഒരു കോൾ ടവറും എല്ലാം കിട്ടിയിട്ടാ. അത് നേരെ ഇട്ടോളൂ, ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് മര്യാദക്ക് ഇരിക്കാം. എസി ഇവിടെ ഫുൾ സെറ്റ് ആയിട്ടോ. ടി വി എടുത്ത് മൂവിയും കണ്ട് എസി ഇവിടെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുക. ഇതാ എസിയാ താഴത്തേക്കാക്കി. എസിയാ ഇത്രയും താഴത്താട്ടോ നമുക്ക്. പിന്നെ ഇതിലെ കാല് അഡ്ജസ്റ്റ് ചെയ്യാം, കാല് പൊക്കാം. ലെഗ് സ്പേസ് ആണെങ്കിൽ ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ ഈ റോയില് നമ്മൾ തന്നെ അല്ലേ ഉള്ളൂ, അത് കാരണം കുഴപ്പമൊന്നുമില്ല. അച്ഛനൊക്കെ കിടന്ന് എൻജോയ് ചെയ്യാ. ഞോഞ്ഞയുടെ ഒരു അനക്കൂല്ലല്ലോ. ഞോഞ്ഞി സിനിമ കാണാ, ജ്യൂസ് കുടിക്കുക, എന്താ പരിപാടി? എന്താ പറഞ്ഞേ? നിയന്ത്രണമൊന്നുമില്ലല്ലോ, വേറൊന്നും ചെയ്യാനില്ല. എന്താ പറഞ്ഞേ? എടുക്കുക വെച്ചേ. റിവേഴ്സ് എടുക്കുക. അപ്പോൾ എന്താ പറയാ, പറഞ്ഞാലും 5 മിനിറ്റ് മുന്നേ നമ്മളിവിടുന്ന് പുഷ് ബാക്ക് ചെയ്തു കേട്ടാ. ഫ്ലൈറ്റ് ഇതാ ജസ്റ്റ് പുഷ് ബാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടേക്ക് ഓഫിനായി റൺവേയിൽ കൂടെ ചീറിപ്പാഞ്ഞോണ്ടിരിക്കട്ടോ. ആ കാണാണ് നമ്മുടെ ഗോവ എയർപോർട്ട്. വലിയ ക്ലിയർ ഒന്നും അല്ല, ഉണ്ടല്ലേ, ഒരു ചെറിയൊരു എയർപോർട്ടാണ് സത്യം പറഞ്ഞ ഗോവ. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തോട്ടാ ഗോവയിൽ നിന്ന്. അത്യാവശ്യം നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടല്ലേ. ഗോവയിൽ പൊങ്ങണ തന്നെ കേരളത്തിൽ കൂടെ കൊച്ചിന്നും കോഴിക്കോട് നിന്നൊക്കെ പൊങ്ങണ പോലെയാണ്. പച്ചപ്പ് തന്നെയാണ് അടിയില്, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ഏതാ? അതെ അതെ, അതും ശരിയാ. അതെ, പക്ഷേ ഒമാനേരം കൂടി വിചാരിക്കണം എപ്പോഴും ബിസിനസ് ക്ലാസ് തരാൻ. പുറത്തെ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, കണ്ടില്ല, നല്ല മഴക്കാറും സംഭവങ്ങളും ഉണ്ട്. ടേക്ക് ഓഫ് ചെയ്ത് അരമണിക്കൂറായപ്പോഴേക്കും അവര് ഫുഡ് വിളമ്പിട്ടാ. ഇതാ എസിക്ക് ഇവിടെ ചിക്കന്റെ സംഭവങ്ങളാണ്. ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്, പിന്നെ 2 ബ്രെഡ്, പിന്നെ അവിടെ കുറെ പേസ്ട്രി, പിന്നെ അവിടെ കുറെ വെജിറ്റബിൾസ്, ചീസ്, ഓറഞ്ച് ജ്യൂസ്. ഇതാണ് എസിയുടെ ഫുഡ്. എസിയുടെ ആസ്വദിച്ച് ടിവിയും കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എനിക്കിവിടെ ഞാൻ പറഞ്ഞ സീ ഫുഡാട്ടോ. നല്ല അടിപൊളി 2 സാൽമണിന്റെ പീസ് ഉണ്ട് വിത്ത് വെജിറ്റബിൾസ്, പിന്നെ ബ്രെഡ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾസ്, ഓറഞ്ച് ജ്യൂസ്. അപ്പൊ നമ്മളിവിടെ ഇരുന്ന് പടം സെലക്ട് ചെയ്തത് എന്താ പറയാ, ടെർബോ ഉണ്ട്, ഞാൻ കാണാത്തത് വാഴ ഉണ്ട്. അവസാനം വിചാരിച്ചു കുറച്ചായിരുന്നു വാഴ കാണാന്ന്. വാഴ കണ്ട് ഇതും കഴിച്ച് തീർത്തിട്ട് വരാഞ്ഞ്. എന്താ ഇവിടെ ഫുഡിന്റെ അവസ്ഥ? അച്ചു കഴിക്കണ്ട? എനിക്ക് സീ ഫുഡ് തന്നെയല്ലേ കിട്ടി? സീ ഫുഡ് അല്ലേ? അവന് ചിക്കന്. ഞൂഞ്ഞിനെ വിളിച്ച എങ്ങനെയുണ്ട്? ഗുഡ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ടേബിളൊക്കെ ക്ലിയർ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ബിസിനസ് ക്ലാസ് യാത്ര? എൻജോയ്ഡ്?
എൻജോയിങ്. ഇനി ബിസിനസ് ക്ലാസ്സിലെ എക്കോണമിയിലാ പോണ്ടത്. ഇനി ബിസിനസ് ക്ലാസ്സിലെ എക്കോണമിയിലാ പോണ്ടത്. ആർച്ചിയെ എങ്ങനെ ഉണ്ടായിരുന്നോ ബിസിനസ് ക്ലാസ് യാത്ര? എന്താ തനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനല്ലേ സീറ്റ്? ഇത് അമ്മ അടുത്തിരിക്കണത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ താൻ ഞോഞ്ഞിന്റെ അടുത്ത് പോയിരുന്നു. ഞോഞ്ഞി ഇവിടെ ഇരുന്നോളും. ഞോഞ്ഞി ഇവിടെ വന്നിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നെക്സ്റ്റ് ടൈം സെപ്പറേറ്റാ. അപ്പൊ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പോണ്ട. വെരി സാഡ്. താങ്കളുടെ അഭിപ്രായം എന്താണ് ബിസിനസ് ക്ലാസ് യാത്രയെ പറ്റിയിട്ട്? എത്താറായോ? ആയിക്കോട്ടെ. ഞോഞ്ഞു, ഹൗ ആർ യു? എങ്ങനെ ഉണ്ടായിരുന്നോ തന്റെ ബിസിനസ് ക്ലാസ് യാത്ര? ഇനി എപ്പോഴും ബിസിനസ് ക്ലാസ്സിൽ മതിയോ? അപ്പൊ ഞാനൊന്ന് ഷൂസ് വെക്കാൻ വന്നാട്ടോ. ഇതാട്ടോ വരെ ഒമാനേറിന്റെ ബാത്റൂമാ. ചെറിയൊരു ബാത്റൂമാ. അവിടെ കുറച്ച് എന്താ ഹാൻഡ് ലോഷനും സ്പ്രേയും ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിഷ്യൂ, ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ചെറിയൊരു ബാത്റൂം. ഞാൻ ഫ്ലഷ് ചെയ്യട്ടെ. ഫ്ലഷിന്റെ സൗണ്ട് കാണിക്കേ. ഇതാണ് ഫ്ലഷിന്റെ സൗണ്ട്. ഭീകര സൗണ്ട് കേട്ടോ. പുറത്ത് കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ ഡിസെൻഡിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. 132 കിലോമീറ്റർ മത്രയിലേക്ക് കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോ അധികം നേരമല്ല. എനിക്ക് തോന്നുന്നു ടൈം അറ്റ് ഡെസ്റ്റിനേഷൻ 5:41 നമ്മുടെ മസ്കറ്റിലെ ടൈം. നമ്മൾ 6:45 ലാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിന് മുന്നേ ലാൻഡ് ചെയ്യുന്നു. ഡിസെൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ. നമുക്കിപ്പോ താഴേക്ക് നോക്കിയാൽ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ കാണാട്ടോ. മലയിടുക്കിൽ കൂടെ നമ്മുടെ ബിൽഡിങ്ങുകൾ ഓരോന്നോരോന്നായി പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതാനും നിമിഷത്തിന്റെ ഉള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ഇടിയിൽ കൂടെ ഒരു ഫ്ലൈറ്റ് പോണ് കാണാട്ടോ നമുക്ക്. കണ്ടില്ലേ, അത് പോയി. ഇത് വാദി അൽ ജിഫ്നൈൻ ഡാമിന്റെ ഭാഗമായിരുന്നത്. നമ്മളത് ഡിസെൻഡ് ചെയ്തു ലാൻഡ് ചെയ്യാൻ പോകട്ടോ. നമ്മൾ അതാ ലാൻഡ് ചെയ്യുന്നു. നമ്മള് സീബ് വഴിയാ ലാൻഡ് ചെയ്ത്. അതാ സീബ് വഴിയാ ലാൻഡ് ചെയ്ത് മാത്ര. അതെ, അതാ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നു. ടച്ച് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും മസ്കറ്റിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സുരക്ഷിതമായി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അകത്തിക്കിട കഴിഞ്ഞല്ലേ? 39 ദിവസത്തെ ലീവ് കഴിഞ്ഞല്ലേ ഞാൻ? നാളോട്ട് സ്കൂള്, വീട്ടുപണി, ഓഫീസ്, സ്കൂളിൽ പോണം. നാളെ എല്ലാരും കാണണ്ടേ? തനിക്ക് സ്കൂളില് പോവില്ല. ഓടിക്കുന്ന ആളെ രാവിലെ. ആയിട്ടില്ല 39 ദിവസം പോയ വഴി അറിഞ്ഞില്ല കേട്ടാ. ജൂക്ക് എന്ന് പറഞ്ഞിട്ടാ പോയി. ഇന്നലെ പോയ പോലെ ഉണ്ട്. താങ്ക് യു ക്യാപ്റ്റൻ. താങ്ക് യു. വരൂ കടന്നു വരൂ. അങ്ങനെ ഇതാ നമ്മൾ മസ്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഓഹോ, നല്ലൊരു ഒമാനേരോടെ കിടക്കുന്നുണ്ട്. ചൂടുണ്ടോ? നല്ല ചൂട്. കേറി നടന്നോളോ. ഇപ്പൊ തന്നെ ഇതിന്റെ ഉള്ളിൽ പോകാൻ ധാരാളം ഒമാനേർ പോകണം. എന്താണെങ്കിലും പെട്ടെന്ന് നടക്ക്. ഇമിഗ്രേഷൻ പരിപാടിയൊക്കെ ടക്ക് 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 നിറ കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് ഇറങ്ങിയായിരുന്നോ. നമ്മളിതാ അതാ ഇനി നമ്മളിപ്പം നമ്മുടെ എന്താ പറയാ ബാഗ് കളക്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നണില്ല ബാഗ് വന്നിണ്ടാവുന്നു. നമ്മൾ ഒരുപാട് നേരത്തെ എന്താ ചെയ്യാ? എന്താ പെട്ടി വന്നോ? ഇത്ര പെട്ടെന്നോ? എന്റെ ദൈവമേ.
ക്യൂക്ക് സർവീസ് ആട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഇതാ നമ്മളെ പെട്ടിയാണ് ആദ്യം വന്നത്. നമ്മളാണ് ഗോവയിൽ ആദ്യം ചെക്ക് ഇൻ ചെയ്തത്. ബിസിനസ് ക്ലാസ് കാരണം പ്രയോറിറ്റി ബാഗേജ് ആണല്ലോ. അപ്പൊ അതാ നമ്മുടെ ആദ്യത്തെ പെട്ടി വന്നു. നമ്മുടെ രണ്ടാമത്തെ ചെറിയ ബാഗ് വന്നു. മൂന്നാമത്തെ വലിയ പെട്ടി വന്നു. ഈശ്വര നിനക്ക് ഭാരം രക്ഷയില്ലാട്ടാ. പിടിച്ചോ ഇത് ഹായ് താനാണ് പോയിക്കൊണ്ടത്. നാലാമത്തെ പെട്ടിയും വന്നു. നമ്മുടെ എല്ലാ പെട്ടിയും കിട്ടി. ഇത് പെട്ടി ഉണ്ടോലെയാണ് ഇത്ര പെട്ടെന്ന് തീരുന്നേ അല്ലേ? ഫ്ലൈറ്റ് ഇറങ്ങി 2 മിനിറ്റിന്റെ ഉള്ളിൽ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. പെട്ടിയും കിട്ടി, എല്ലാം കിട്ടി. നടന്നു തന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മളവിടെ ഇതാപ്പൊ ഒരു ബിഗ് ടിക്കറ്റിന്റെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഭാഗ്യമുണ്ടോ ഇല്ലെന്ന് അറിയാം. ആദ്യത്തെ സമ്മാനം $1,00,000 അല്ലേ? $1,00,000. ഇട്ടോളോ, ധൈര്യം ഇട്ടോളോ, പൂശിക്കോളോ. പോയാ? ഓക്കെ, ഗോ ഓൺ. സോ വി വിൽ കം ടു കളക്ട് ദ ക്യാഷ് ഇൻഷാല്ലാ. അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ പുറത്ത് കിടന്നു. നമ്മുടെ പകുതി ബാഗ് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെ, 90%. ആ വലിയ 4 പെട്ടികള് അങ്ങോട്ട് അടുത്ത് കൊടുത്തു വിട്ടുട്ടാ. അതെ, അത് ഒടുക്കത്തെ ഭാരാർന്നുട്ടാ. ഓഫ്, ആ 4 അങ്ങനെ പോയി. ഇനിയിപ്പോ ജിത്തു വരുന്നുണ്ട്. ജിത്തുവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പൊ വരുന്ന വിചാരിക്കാം. അത് കഴിഞ്ഞ് വീട്ടിൽ കയറി പോണം. മസ്കറ്റ് എയർപോർട്ടിലൊന്നും ആളില്ലാട്ടാ, തിരക്ക് വളരെ കുറവാണ്. നമ്മുടെ ശ്രീജു വന്നിരിക്കുകയാണ്. ഓപ്പൺ ദ ബൂട്ട്. Come and put the petty inside. Where you are sitting? വേഗം വെക്കേ, കുത്തിയേക്കേ, കയറ്റിയേക്കേ. മുകളിലേക്ക് ഉണ്ടാ, സൈഡിൽ വെച്ചാൽ മതി. പതുക്കെ. Yeah, let's go, man. Yeah, man. So what are the news, Muscat news, man? Tell me, you have become crown peta. Where is your hair? Gymming. Oh man, for increasing your stomach? Oh, then for what? Bullshit, man. Stomach muscle is also increasing. Yeah, that is not stomach muscle, man. That is petagam. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ അങ്ങനെ അവസാനം മസ്കറ്റിന്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മുടെ പഴയ കലാപരിപാടികൾ തുടങ്ങുകയാണ്. നാളോട്ട് ഓഫീസ്, സ്കൂൾ, അല്ലേ സിയ? അതൊക്കെയായിട്ട് വീണ്ടും നമ്മുടെ മസ്കറ്റ് ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടി നിർത്തുകയാണ്. വീണ്ടും മസ്കറ്റ് വീഡിയോസ് ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ബാക്കിയുള്ളവരെ ഉറങ്ങിട്ടോ, ഞോഞ്ഞിയും അച്ചും ഒക്കെ. ബൈ.